പ്രായപരിധി നിബന്ധനയിൽ മധുര പാർട്ടി കോൺഗ്രസ് ഇളവ് വരുത്തുമോ എന്നതാണ് CPM-ൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. വ്യവസ്ഥയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ PB-യിൽ നിന്നടക്കം കൂട്ടക്കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നതിനാൽ തന്നെ സാഹചര്യം നോക്കിക്കൊണ്ട് ഇളവ് നൽകണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. പ്രായപരിധിയിൽ പുറത്താകുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന കാര്യത്തിലും CPM മാർഗരേഖ തയ്യാറാക്കിയിട്ടില്ല. അതിലും മധുര പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കാലത്താണ് 75 വയസ്സ് നിബന്ധന നടപ്പിലാക്കിയത്. അന്ന് പ്രായപരിധിയിൽ പുറത്തായവരെ തൊട്ട് താഴെയുള്ള ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കും വിധം ക്ഷണിതാക്കളാക്കി. ഇത്തവണ ഒഴിവാക്കുന്നവർ കൂടി വരുന്നതോടെ ഈ രീതി സ്വീകരിക്കാൻ കഴിയാതെ വരും. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഒഴിവായ ആരെയും ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിരുന്നുമില്ല. 75 വയസ്സ് പിന്നിട്ട 10 പേരാണ് ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തായത്. പോളിറ്റ് ബ്യൂറോയിൽ 8 പേർക്കാണ് പ്രായപരിധി കഴിയുന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് 9 പേർ പ്രായപരിധി കഴിഞ്ഞവരുമാണ്. ഇവരിൽ ഭൂരിപക്ഷവും സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുള്ളവരും രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ തക്ക ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരുമാണ്. പ്രായപരിധി വ്യവസ്ഥ നേതാക്കൾക്ക് നിർബന്ധിത വിരമിക്കലാകരുതെന്ന വാദം പാർട്ടിയിൽ ശക്തമാണ്. കർശനമായി പ്രായപരിധി നടപ്പിലാക്കാൻ ഉണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് മുതിർന്ന നേതാക്കൾ നൽകുന്നത്. പാർട്ടിക്ക് ഭരണമുള്ള ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് ഇളവ് നൽകേണ്ടി വരുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പരിഗണന മറ്റ് നേതാക്കൾക്ക് സാഹചര്യം നോക്കി വേണമെന്ന വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ വിരമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് PB കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട്. ബൃന്ദ കാരാട്ട്, മാണിക് സർക്കാർ എന്നിവരൊന്നും തന്നെ പാർട്ടി ഘടകത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള തയ്യാറെടുപ്പിലുമല്ല. ബൃന്ദയ്ക്ക് ഇളവ് നൽകണമെന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമെല്ലാം തന്നെ ആവശ്യമുയരുന്നുണ്ട്. മാണിക് സർക്കാരിന് ത്രിപുര സംസ്ഥാന സമ്മേളനം പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുമുണ്ട്. സംസ്ഥാന സമ്മേളനം ഇളവ് നൽകിയ മറ്റൊരു നേതാവ് പിണറായി വിജയൻ മാത്രമാണ്. പ്രായപരിധി നടപ്പിലാക്കുമ്പോൾ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലുള്ളതിനേക്കാൾ സങ്കീർണമായ പ്രശ്നമാണ് മധുരയിൽ ഉയരുക. അടുത്ത മാസം തമിഴ്നാട് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസോടെ CPM PB-യിലേക്ക് കൂടുതൽ പുതുമുഖങ്ങൾ എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. ആ അഭ്യൂഹം ഇപ്പോഴും ശക്തവുമാണ്. പ്രായപരിധി കർശനമാക്കിയാൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ 6 നേതാക്കൾ PB-ക്ക് പുറത്തു പോകും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായ മറിയം ദാവ്ലെ, കേരളത്തിൽ നിന്നുള്ള KK ശൈലജ എന്നിവരെ PB-യിലേക്ക് പരിഗണിക്കുന്നുണ്ട്. 24-ാം പാർട്ടി കോൺഗ്രസ് തമിഴ്നാട് മധുരയിലെ 2 മുതൽ 6 വരെയാണ് നടക്കുന്നത്. 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കി കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുകയും ചെയ്യും. 17 PB അംഗങ്ങളിൽ 7 പേർ 75 വയസ്സ് പ്രായപരിധി കടന്നവരാണ്. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ത്രിപുര മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മാണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, തമിഴ്നാട് മുൻ സംസ്ഥാന സെക്രട്ടറിയായ G രാമകൃഷ്ണൻ, ബൃന്ദ കാരാട്ട്, സുഭാഷ്ണി അലി എന്നിവർക്കാണ് 75 വയസ്സ് കഴിഞ്ഞിരിക്കുന്നത്. ബൃന്ദ കാരാട്ടും സുഭാഷ്ണി അലിയും ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വനിതാ പ്രാതിനിധ്യം കൊണ്ടുവരേണ്ടി വരും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായ മറിയം ദാവ്ലെ, CATU ദേശീയ സെക്രട്ടറിയായ AR സിന്ധു, തമിഴ്നാട്ടിലെ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവായ U വാസുകി, KK ശൈലജ എന്നിവരിൽ ചിലർ PB-യിലേക്ക് എത്തുകയും ചെയ്യും. കിസാൻ സഭാ നേതാവ് വിജു കൃഷ്ണൻ, തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയായ P ഷൺമുഖം, ബംഗാളിൽ നിന്നുള്ള മുൻ MP അരുൺകുമാർ എന്നിവരുടെ പേര് PB-യുടെ പട്ടികയുടെ ചർച്ചയിലുമുണ്ട്. കേരളത്തിന് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ K രാധാകൃഷ്ണൻ, തോമസ് ഐസക്, EP ജയരാജൻ എന്നിവരും പരിഗണനയിലുണ്ടാകും. ജനറൽ സെക്രട്ടറി ആരാകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. MA ബേബി, ആന്ധ്രാപ്രദേശ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള BV രാഘവലു, കിസാൻ സഭാ നേതാവായിട്ടുള്ള അശോക് ദാവ്ലെ എന്നീ പേരുകളാണ് സജീവമായുള്ളത്. ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീം, തപൻ സെൻ എന്നീ പേരുകളും കേൾക്കുന്നുണ്ട്. MA ബേബി ജനറൽ സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ EMS-ന് ശേഷം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ CPM ജനറൽ സെക്രട്ടറിയാകും. എന്നാൽ പ്രായപരിധി നിബന്ധനയിൽ മധുര പാർട്ടി കോൺഗ്രസ് ഇളവ് വരുത്തുമോ എന്നതാണ് CPM-ൽ ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. വ്യവസ്ഥയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ PB-യിൽ നിന്നടക്കം കൂട്ടക്കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്നതിനാൽ തന്നെ സാഹചര്യം നോക്കിക്കൊണ്ട് തന്നെ ഇളവ് നൽകണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. പ്രായപരിധിയിൽ പുറത്താകുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളണമെന്ന കാര്യത്തിലും CPM മാർഗരേഖ തയ്യാറാക്കിയിട്ടില്ല. അതിലും മധുര പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കും. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കാലത്താണ് 75 വയസ്സെന്ന നിബന്ധന നടപ്പാക്കിയത്. അന്ന് പ്രായപരിധിയിൽ പുറത്താക്കിയവരെ തൊട്ട് താഴെയുള്ള ഘടകവുമായി ചേർത്ത് പ്രവർത്തിപ്പിക്കും വിധം ക്ഷണിതാക്കളുമാക്കി.